അപ്പോൾ ആടുജീവിതത്തിലെ പാട്ടും ആകാശമയാളും ഒന്ന് നമുക്ക് പാടിയാലോ? പെരിയാനെ നമുക്ക് വേണമല്ലോ. ട്രൈ ചെയ്യാം. പെരിയാന ഇച്ചിരി റിസ്ക് ഉള്ള പാട്ടാണ്. അതാ റിസ്ക് ഒന്ന് ആൾക്കാർ കാണട്ടെ. സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അത് വിട്ടതല്ല നമുക്ക് അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തുള്ള പാട്ടുകൾ നമ്മൾ ശരിക്കും നമുക്ക് ട്രാക്ക് ഇട്ട് പാടാം. അപ്പം ട്രാക്ക് ഇട്ട് പാടിയാലുള്ളൊരു പ്രശ്നം ഇതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇത് കിട്ടിയാലേ നമുക്കത് പാടാൻ പറ്റും. അത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുത്തോട്ടെ. എടുത്തോ. അങ്ങനെയാണോ? ഓക്കെ, എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. കുറേ നാളായി പാടിയിട്ട്, അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും. നോക്കട്ടെ. അതൊന്നും വിഷയമല്ല. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പെങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺതരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. അപ്പം നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അല്ലാതൊരു പാട്ടിൻ്റെ എന്നോട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പാടിയെന്നേ ഉള്ളൂ. ഇതൊക്കെ എത്ര നാൾ മുമ്പ് പാടിയതാണ്. ഇപ്പോഴും അതേ ഇതിൽ എന്നാലും നമ്മുടെ ആ പാട്ടിൻ്റെ വരികൾ അത്ര ഓർക്കുന്നതുകൊണ്ടാണ് അത് പാടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം സിനിമയിലെ പ്രജീസൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ പാട്ടാണ് ആകാശമായവൾ. അതാണ് പാടേണ്ടത് അല്ലേ? അത് അത് ചെയ്തിട്ടില്ല, അതിന് ചെയ്യും. അത് നമുക്ക് വേണേ ട്രാക്ക് ഇട്ട് പാടിയാലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പാടിയതുണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊന്ന് പാടുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടും. കാരണം മറ്റേത് ആ ഓർക്കസ്ട്രയ്ക്കകത്തൊക്കെ തന്നെ ഇപ്പം ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കത് പാടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പാടുന്നതാകുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അതെ അതെ, തമിഴ് രണ്ടെണ്ണം പിടിക്കണം എന്തായാലും. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും മറ്റു പാട്ടുകളിലൂടെ നമുക്ക് നോക്കട്ടെ. എനിക്കത് പറ്റുമായിരിക്കും. എനിക്ക് എല്ലാ പാട്ടും പറ്റും കേട്ടോ. SP-യുടെ ഒക്കെ പാട്ടുകൾ ഇങ്ങനെ നല്ല പാട്ടുകളുണ്ടോ അച്ഛൻ്റെ ആ ഒരു? ഇനി അടുത്ത വേറൊരു പാട്ടുകൂടെ നമ്മൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അത് തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി. അത് 3 കോമ്പിനേഷനാണ്. നമ്മള് ജോസഫിലെ പാട്ട് നമ്മുടെ കണ്ണെത്ത ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ, ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോ കാലങ്ങൾ പിൻവാങ്ങിയോ, കനലായി മാറുന്നു മൗനം, ഇനിയില്ല ഈ മണ്ണിലൊന്നും, നെഞ്ചോരം നീ മാത്രം ഉയിരേ, ഇനിയും പൂമുത്തോളെ നീ എറിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. ഇതാണ് നമ്മൾ ചെയ്ത പാട്ട്. ഇനി അടുത്ത തൂമഞ്ഞിനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേത് പാടിയാലോ? അപ്പം തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ
എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളെ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. രാരീരാരിരം രാരൂ പാടി രാക്കിളി പാടി, പൂമിഴികൾ പൂട്ടിമെല്ലെ മെയ്യുറങ്ങി ചായുറങ്ങി, സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഇത് നമ്മൾ ഒരു ഓർക്കസ്ട്ര ചെയ്ത് ഇത് മൂന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് പാടും. രസമായിരിക്കും കേട്ടോ. അത് നമ്മൾ സെറ്റാക്കും. അപ്പൊ നമുക്കൊരു ക്രിയേറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് അതാണല്ലോ നമുക്ക് വേണ്ടത്. അത് നമ്മളങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ ഇനിയിപ്പോ ആകാശമായവളെ ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ഓക്കെ, ഇനി ഒരു പാട്ടൂടെ പറയാം. അത് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ഈ പാട്ടിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പാട്ടാണ്. അപ്പം ഞാനിങ്ങനെ പക്ഷെ ഈ പാട്ടിനോട് എനിക്കൊരു ഇഷ്ടം, ഈ ചില ആളുകൾ പാടുമ്പോഴേ ചില പാട്ടിനോട് ഇഷ്ടം തോന്നും. അപ്പോൾ ഇങ്ങനെ കുറേ പേര് പാടുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് പാടാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരുന്നൊരു പാട്ട് ഞാനിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ യാത്രയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാടി കുറേ പാടി നമ്മുടേതായ ഒരു കോൺഫിഡൻസ് ഒപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ പാടിയത് സ്റ്റുഡിയോയിൽ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.